സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ മഴവില്ലിനപ്പുറം. ഉദയ, എഴുത്തൊന്നും നടക്കില്ല. നിന്റെ കൂടപ്പിറപ്പുകളും അമ്മയും കൂടി ചീറ്റിങ്ങിന് നിങ്ങൾ 3 പേർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. വരദേട്ടൻ ഫോണിലൂടെ പറയുന്നത് ഒരു ഉത്ഭയത്തോടെ കേട്ടിരുന്നു. കടയിൽ നിന്ന് ഫോൺ ചെയ്തു വരുത്തിയ മുരളി തളർന്ന മുഖത്തോടെ തനിക്കെതിർവശത്തിരിപ്പുണ്ട്. വിയർപ്പ് കണങ്ങൾ ഉടുത്തിരുന്ന കൈലിയുടെ കോന്തല കൊണ്ട് അയാൾ ഒപ്പിക്കൊണ്ടിരുന്നു. അങ്ങേ തലക്കിൽ നിന്ന് എന്താണ് പ്രതികരണമെന്നൊന്നും അറിയാൻ വയ്യ. പൊട്ടനെ ചിട്ടി ചതിച്ചാൽ ചിട്ടിയെ ദൈവം ചതിക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ ഉദയ? ആ ദൈവം തന്നെയാ ഇന്ന് രാവിലെ എഗ്രിമെൻ്റ് എഴുതി തയ്യാറാക്കിയ ആളിനെ മുരളിയുടെ കടയിൽ എത്തിച്ചത്. സ്വന്തം അച്ഛന് വായ്ക്കരിയിടാനെത്താത്ത നീ ഇതിലപ്പുറവും ചെയ്യും, എനിക്കറിയാം. വരദേട്ടൻ ഒട്ടും വിട്ടുകൊടുക്കുന്ന മട്ടില്ല. മുരളിയോട് എല്ലാം പറഞ്ഞുറപ്പിച്ചാണ് വരദേട്ടൻ ഫോണെടുത്തത്. മുരളിയുടെ മുഖത്ത് അമർഷവും വൈരാഗ്യവും ഒക്കെ കൂടിക്കുഴിഞ്ഞു കിടക്കുന്നു. തൻ്റെ മനസ്സിൻ്റെ ചാഞ്ചാട്ടവും വിട്ടുമാറുന്നില്ല. അവന് മിണ്ടാട്ടമില്ല. പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മൾ അറിയുമെന്ന്. ഫോൺ ഓഫ് ചെയ്തിട്ട് വരദേട്ടൻ ഇരുവരെയും നോക്കി. അയാൾ എന്താ പറയുന്നത്? മുരളിയുടെ ചോദ്യം. ഉദയൻ എന്ന പേര് തന്നെ മുരളി മറന്നിരിക്കുന്നു. ഫോർച്യൂൺകാരുടെ കയ്യിൽ ആവശ്യത്തിന് തുക ഉണ്ടായിരുന്നില്ല പോലും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെച്ചതെന്ന്. അത് കള്ളം. എന്നാൽ പിന്നെ അയാളുടെ ഓഹരിക്ക് ഫ്ലാറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു. മുരളി അമർഷം കടിച്ചൊതുക്കി. നമുക്കറിയില്ലേ മുരളി? ഇതിനിടയിൽ ഫോർച്യൂൺ മുഖങ്ങൾ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. സർ, മിസ്സിസ് ഉദയൻ്റെ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. എന്തു വേണം? നിങ്ങൾ ഇവിടെ വന്നിരിക്കെ, എന്നിട്ട് പറയ് എഗ്രിമെൻ്റ് കോപ്പിയും കൊണ്ടുവരാൻ ഞാൻ വിളിച്ചു വരുത്തിയതാണെന്ന്. സർ, അവർ ദയനീയമായി വിളിച്ചു. സഹോദരന്മാരെ, ഇതൊരു നാടകമാണ്. അവർ പിന്മാറുകയൊന്നുമില്ല. ഇത്രയും കൂടി പറയണം. കേസായാൽ ഉടനെയൊന്നും ഗൾഫ് കാണാൻ പറ്റില്ലെന്ന്. ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും പറയ്. ഒന്ന് കൊഴുക്കട്ടെ. ഫോൺ അപ്പോഴും ബെല്ലടിച്ചുകൊണ്ടിരുന്നു. ശ്രീഹരിയാണ് അറ്റൻഡ് ചെയ്തത്. വരദേട്ടൻ പറഞ്ഞതുപോലെ വള്ളി പൊള്ളി വിടാതെ അയാൾ പറഞ്ഞു. പിണക്കാനും വയ്യ. ഉച്ചയ്ക്ക് വന്ന് ഒപ്പിടേണ്ട 2ാമത്തെ പേരുകാരനാണ്. ആ സ്വരത്തിലും പരിഭ്രമമുണ്ട്. അവൻ്റെ ഉപ്പുപ്പ വന്ന് ഒപ്പിടും. നിങ്ങൾ സമാധാനമായിരിക്കെ. ഏട്ടൻ സമാധാനിപ്പിച്ചു. ഏട്ടൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉദയേട്ടൻ്റെ ഫോൺ വന്നു. പറഞ്ഞു കേട്ടതൊക്കെ തങ്ങൾക്ക് അനുകൂലമാണെന്ന് വരദേട്ടൻ്റെ മുഖം പറയുന്നു. ഫോൺ വെക്കുന്നതിന് മുമ്പ് ഏട്ടൻ ഒരു കാര്യം പറയാൻ മറന്നില്ല. നിന്റെ ആ അളിയനുണ്ടല്ലോ, ആ കൊഞ്ഞാണൻ മനോ, പെണ്ണുങ്ങളുടെ ചെരുപ്പിനടി കിട്ടേണ്ടെങ്കിൽ കച്ചേരി പരിസരത്ത് വന്നു പോകരുതെന്ന് പറഞ്ഞേക്കണം. കമ്മീഷൻ ഒരു നയാ പൈസ പോലും അവന് കിട്ടാൻ പോകുന്നില്ല. ഉള്ള മാനവും കൊണ്ട് സ്ഥലം വിടാൻ പെങ്ങളോടും ആങ്ങളയോടും പറഞ്ഞേക്ക്. ഫോൺ വെച്ചു കഴിഞ്ഞ് ഏട്ടൻ എഴുന്നേറ്റു. യാന്ത്രികമായി മറ്റുള്ളവരും. നിതിനും ശ്രീഹരിയും അവൻ്റെ ഓഹരിക്ക് ഫ്ലാറ്റ് ബുക്ക് ചെയ്യാനുള്ള എഗ്രിമെൻ്റ് തയ്യാറാക്കി വെക്ക്. 80 ലക്ഷം ക്യാഷായി കാണുമല്ലോ. ഉവ്വ് സാർ. ഉച്ച തിരിഞ്ഞ് കച്ചേരിയിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ പിരിഞ്ഞുപോയി. മനസ്സിൻ്റെ പിരിമുറുക്കം തെല്ലും അയയുന്നില്ല. റൂമിലേക്ക് വരുന്നതിനിടയിൽ ജമീല സാറിനോട് വിവരം പറഞ്ഞു. പടച്ചവന് സ്തുതി പറയട്ടെ, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. മുറിയിൽ വന്നിരുന്നിട്ടും കൈവിട്ടുപോയ മനസ്സമാധാനം മടങ്ങി വന്നിരുന്നില്ല. ഫോൺ ശബ്ദിച്ചു. അങ്ങേ തലക്കിൽ ശ്രീഹരിയായിരുന്നു. മാഡത്തിൻ്റെ ബ്രദറിനാകെ ചമ്മലാണ്. പിന്നെ ഇളയ സിസ്റ്ററിനെ വല്ലാതെ പേടിയുമുണ്ട്. മറ്റൊന്നുമല്ല, ആൾക്കാരുടെ മുന്നിൽ വെച്ച് വല്ലതുമൊക്കെ വിളിച്ചു പറയുമോ എന്നാണ്. അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് സംഭവിച്ചിരുന്നിരിക്കും. അതുകൊണ്ട് ഒരാവശ്യം പറഞ്ഞു. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒപ്പിട്ട് പോകാൻ സൗകര്യം ചെയ്യണമെന്ന്. അങ്ങനെ പറ്റുമോ? ചെയ്യാം. മാഡത്തിൻ്റെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. എനിക്ക് വിരോധമൊന്നുമില്ല. എങ്കിൽ ഞാൻ വിളിച്ചിട്ട് മാഡവും മറ്റുള്ളവരും ഇറങ്ങിയാൽ മതി. ശരി. ശ്രീഹരിയുടെ ഫോൺ വരുമ്പോഴേ മുരളിയെ അറിയിക്കാമെന്ന് കരുതി. പക്ഷേ അതിനു മുമ്പ് മുരളി വിളിച്ചു. ചേച്ചി, വിജിക്കൊരബദ്ധം പറ്റി. അമ്മയെ ഒരുക്കാനായി ചെമ്പകമംഗലത്ത് വന്ന അവളുടെ നാവിൽ നിന്നും ആ 5 ലക്ഷത്തിൻ്റെ കാര്യം അറിയാതെ വീണുപോയി. എന്നിട്ട് ആശങ്ക ഒരു അലകടലായി മാറിയിരുന്നു. രാജി വേഷമൊക്കെ മാറി ഒരു കത്തിയും എടുത്ത് നിൽക്കുക. ഇപ്പോൾ തന്നെ നന്ദനത്തിൽ പോവണമെന്ന് പറഞ്ഞ്. സൈമൺ ഇല്ലേ അവിടെ? അയാളാ പേടിച്ച് കടയിൽ വന്ന് പറഞ്ഞത്. മുരളി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ചെമ്പകത്തുണ്ട് ചേച്ചി. ഒന്ന് പറയൂ രാജിയോട്. ഫോൺ അവളുടെ കയ്യിൽ കൊടുക്ക്. നിമിഷങ്ങൾക്കകം രാജി ലൈനിൽ വന്നു. ചേച്ചി, എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. എന്താണ് നിന്റെ ഉദ്ദേശം? എനിക്ക് 3 എണ്ണത്തിനെയും കൊല്ലണം. ആരെയാണെന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. കൊന്നിട്ട് നീ എന്ത് ചെയ്യും മോളെ? ജയിലിൽ പോകും.
അപ്പോൾ നിനക്ക് സ്വന്തമായി വീട് വാങ്ങി മക്കളുമൊക്കെയായി താമസിക്കണ്ടേ രാജി? നിമിഷങ്ങൾ നീണ്ടുനിന്ന മൗനം. 5 ലക്ഷം കൂടി കയ്യിൽ കിട്ടാൻ പോവുകയല്ലേ? പിന്നെ മനോയ്ക്കുള്ള 50,000വും. നീ അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആദ്യം ഒരു കണക്കുണ്ടാക്ക്. അപ്പോൾ കമ്മീഷൻ കൊടുക്കണ്ടേ? അവളുടെ സ്വരത്തിൽ ഉത്സാഹം തിരയടിക്കുന്നു. കമ്മീഷൻ വാങ്ങാനായി അവിടൊന്നും കണ്ടുപോകരുതെന്ന വരദേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ചേച്ചി, എന്നാലും അവളുടെ വൈരാഗ്യ ബുദ്ധിക്ക് ഒരയവ് വന്നിരിക്കുന്നു. ഇല്ല, കൂട്ടായ തീരുമാനമാണ്. ഒരൊറ്റ പൈസ അവന് കൊടുക്കില്ല. എന്നാൽ ഞാനും ഒരു തീരുമാനമെടുത്തു. ഇവിടുന്ന് കൊണ്ടുപോകാനിട്ടിരിക്കുന്ന ഒരൊറ്റ ഫർണിച്ചർ പോലും ഞാൻ ആ രാക്ഷസിക്ക് കൊടുക്കില്ല. സത്യം, എത്ര ചെലവ് വന്നാലും ശരി, ഞാനത് കൊണ്ടുപോകും. വിജി സമ്മതിച്ചാൽ കൊണ്ടുപോയിക്കോ. സമ്മതിക്കാതിരിക്കേണ്ട കാര്യമെന്താ? അവളും ബുക്ക് ചെയ്തിരിക്കുകയല്ലേ പകുതിയിൽ കൂടുതൽ. ശരി. ഫോൺ വെച്ച് അരമണിക്കൂർ പോലും ആയില്ല. രാജി വീണ്ടും വിളിച്ചു. വിജിക്ക് പൂർണ്ണ സമ്മതമാ ചേച്ചി. പാത്രങ്ങൾ വിറ്റ് കിട്ടിയതിൽ 1/3 ഞാനങ്ങ് കൊടുത്തു. ഞാനത് ഒറ്റയ്ക്കെടുത്താൽ ഉദയേട്ടനും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ലെന്ന് കരുതി. ചേച്ചിയുടേതും വാങ്ങണം. ശരി. പിന്നെ ഒരു ഉപകാരം ചെയ്യണം. തൽക്കാലം ഞാനിത് കണിമംഗലത്ത് പെറുക്കിയിടും. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവുമോ? ഇല്ല മോളെ. രാജിക്ക് സമാധാനമായി. തൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം എന്നിട്ടും അയയുന്നില്ല. ചെമ്പകമംഗലം കൈമാറിപ്പോകരുതെന്ന് ഒരിക്കൽ ആഗ്രഹിച്ച ആളാണ് താൻ. വഴിമുടക്കാൻ പല മാർഗങ്ങളും നോക്കി. എന്നിട്ടും താൻ തന്നെയാണ് വിൽപ്പന നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും. മറ്റൊന്നിനുമല്ല, രാജിയുടെയും വിജിയുടെയും ജീവിതം ഭദ്രമാകാൻ ഇത് കൂടിയേ തീരൂ. കൈ നിറയെ ലക്ഷങ്ങൾ കിട്ടിയിട്ടും ആരുടെയും മുഖത്ത് വലിയ ആഹ്ലാദമൊന്നും കാണാനുണ്ടായിരുന്നില്ല. രാത്രി സുമയെ വിളിച്ചു. അത് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് രാജിയെ പറഞ്ഞു വിലക്കിയിരുന്നു. ഉദയേട്ടൻ്റെ പുതിയ നീക്കത്തെക്കുറിച്ച് പറയരുതെന്ന്. നീ രൂപ എന്തു ചെയ്തു? അവൾക്കതായിരുന്നു ആദ്യം അറിയേണ്ടിയിരുന്നത്. വരദേട്ടനെ ഏൽപ്പിച്ചു. ബാങ്ക് ലോക്കറിൽ തൽക്കാലം എല്ലാവരുടെയും സുരക്ഷിതമായിരിക്കുന്നു. അമ്മയുടേത് FD ഇടുന്നില്ലേ? നാളെ തന്നെ. നിന്റെ എന്തോ ടാക്സിൻ്റെ പ്രശ്നമുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാനൊരു ഐഡിയ പറയാം. ഇവിടെ ഗംഗാപ്രസാദൊക്കെ അവിടെ ഇനി വരാൻ പോകുന്ന ഫ്ലാറ്റ് ബുക്ക് ചെയ്യാനിരിക്കുകയാ. നിനക്കെന്താ അങ്ങനെയൊന്ന് വാങ്ങിയാൽ? എനിക്കെന്തിനാ സുമേ ഇനി ഫ്ലാറ്റ്? നിന്റെ തറവാടിൻ്റെ ഒരു പിടി മണ്ണ് നിന്റെ പേരിലിരിക്കട്ടെ ജയ. അന്നൊരിക്കൽ വേണ്ടെന്നുണ്ടെങ്കിൽ മറിച്ച് വിൽക്കാമല്ലോ. നല്ല വിലയും കിട്ടും. ബുദ്ധിപൂർവം ചെയ്യ്. നോക്കട്ടെ. രാത്രി മുഴുവനും അതായിരുന്നു ചിന്ത. രാവിലെ വരദേട്ടനെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു. ഇവിടെ മുരളിയും ഇന്നലെ രാത്രി വന്ന് ഇതേക്കുറിച്ച് സംസാരിച്ചു. അവന് വീടല്ല വേണ്ടത്, കടയാണ്. ഫ്രണ്ടേജ് മുഴുവനും കടകളും ഓഫീസിന് പറ്റിയ സ്ഥലങ്ങളും ഉണ്ടെന്ന് ഇന്നലെ ശ്രീഹരിയും നിധിനും പറഞ്ഞത്. ഞാനെന്നാൽ ഉദയേട്ടൻ ചെയ്തതുപോലെ എൻ്റെ ഓഹരി ഇൻവെസ്റ്റ് ചെയ്താലോ? അവർ വിശ്വസിക്കാമോ ഏട്ടാ? 100% വിശ്വസിക്കാം. കള്ളവും ചതിയും ഒന്നുമുള്ള കൂട്ടരല്ലെന്ന് ഇതിനകം മനസ്സിലായില്ലേ ജയ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരെ പറഞ്ഞയക്കാം. നീ ഉദയേട്ടനുമായുള്ള എഗ്രിമെൻ്റ് വാങ്ങി നോക്ക്. പിറ്റേന്ന് ശ്രീഹരി വന്നു. ഉച്ചയാകാൻ തുടങ്ങിയിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ മുഖത്ത് അതുവരെ പ്രകടമാകാതിരുന്ന എന്തോ ഒന്ന് നിഴലിച്ചു കിടന്നിരുന്നു. ഉദയൻ സാറുമായുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണിത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ ആകാം. മുമ്പിലിരുന്ന പേപ്പറുകൾ ഉടനെയൊന്നും വായിച്ചു തീർക്കാൻ പറ്റില്ലെന്ന് തോന്നി. ഫോൺ നമ്പർ തന്നോളൂ, ഞാൻ വിവരം അറിയിക്കാം. ശ്രീഹരി പോക്കറ്റിൽ നിന്നും വിസിറ്റിംഗ് കാർഡ് എടുത്ത് നീട്ടി. വാങ്ങുന്നതിനിടയിൽ ചോദിക്കാതിരുന്നില്ല. പഴയ നീരസംഭാവമൊക്കെ എന്നെയും അലിഞ്ഞു പോയിരിക്കുന്നു. ഇന്നെന്താ കൂട്ടുകാരൻ വരാത്തത്? പൊടുന്നനെയായിരുന്നു ഉത്തരം. ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ആ സ്വരത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഗാംഭീര്യം തിരിച്ചറിഞ്ഞു. വേർതിരിച്ചെടുക്കാനാവാത്ത എന്തോ ഒന്ന് ആ മുഖത്തുണ്ട്. ഉള്ളിൽ ആകാംക്ഷ മുട്ടിടുന്നു. ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ? എനിക്കല്പം പേഴ്സണലായി സംസാരിക്കാനുണ്ട്. എന്നോടോ? പറഞ്ഞോളൂ. എനിക്ക് വളച്ചുകെട്ടൊന്നുമില്ലാതെ കാര്യങ്ങൾ പറയാനേ അറിയൂ. എത്ര നാൾ ഇങ്ങനെ തനിച്ചു കഴിയും? ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ നീക്കം. അതും ശ്രീഹരിയിൽ നിന്ന്. തീരെ നനച്ചിരിക്കാതെ. എത്ര നാൾ വേണമെങ്കിലും കഴിയാമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഒട്ടും പതറാതെ മറുപടി പറഞ്ഞു. അമ്മയുടെ ബാധ്യത ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറാണെങ്കിലോ? നിർനിമിഷനായി മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടായിരുന്നു ചോദ്യം. ആ കണ്ണുകൾ ഹൃദയത്തിൻ്റെ അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോലെ. താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അമ്മ എനിക്കൊരിക്കലും ഒരു ബാധ്യതയല്ല. പിന്നെ ഞാൻ വിവാഹമേ വേണ്ടെന്ന് വെച്ചത് അങ്ങനെയൊരു ജീവിതം ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമാണ്.
ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ലേ? ഇല്ല, ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. ആർക്കു വേണ്ടിയാണ് ഈ പ്രപ്പോസൽ എന്ന് പോലും ചോദിച്ചില്ല. എൻ്റെ തീരുമാനം ഇതായിരിക്കെ അങ്ങനെയൊരു ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. നിമിഷങ്ങളോളം ശ്രീഹരി മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നീട് സാവധാനം കസേര പിന്നിലേക്ക് നിരക്കി എഴുന്നേറ്റ് ഹാഫ് ഡോർ തള്ളി തുറന്ന് പുറത്തേക്ക് പോയി. ആ ചലനങ്ങളിൽ ഒരു താളഭംഗമുണ്ടെന്ന് തോന്നി. അയാൾ പോയി കഴിഞ്ഞാണ് ആർക്കു വേണ്ടിയായിരുന്നു ആ പ്രപ്പോസൽ എന്ന ചോദ്യം ഉള്ളിൽ എഴുന്നു നിൽക്കാൻ തുടങ്ങിയത്. എന്തായാലും ശ്രീഹരിക്ക് വേണ്ടിയാവില്ല. കുടുംബവും കുട്ടികളുമായി കഴിയേണ്ട പ്രായമുണ്ട് അയാൾക്ക്. ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് ഉണ്ണാനായി വന്ന ജമീല സാർ ആ എഗ്രിമെൻ്റ് മൊത്തം വായിച്ചു നോക്കി. കുഴപ്പമില്ല ജയ, ഇതിപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് അവർ ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കും. മറ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങുമ്പോൾ ഇതിൽ നിന്നും അവർ കുറച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ രജിസ്ട്രേഷന് മുമ്പ് മൊത്തം തുക കൊടുക്കേണ്ടി വരും. ഇനിയും തുക വേണ്ടി വരുമോ? 3 ബെഡ്റൂം ഫ്ലാറ്റിന് ഈ തുക മതിയാവില്ല ജയ. 2-3 വർഷം കഴിഞ്ഞുള്ള കാര്യമല്ലേ. അപ്പോഴേക്കും ഇപ്പോഴത്തെ ലോൺ തീരില്ലേ? ഒരു മുതലായി അവിടെ കിടക്കട്ടെ. വാടക വാങ്ങി ലോൺ അടയ്ക്കാം. സമ്മതിച്ചേക്കൂ. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ വരുന്നതിന് മുമ്പ് വരദേട്ടനോട് അഭിപ്രായം ചോദിച്ചു. പിന്നീടാണ് ശ്രീഹരിയെ വിളിച്ചത്. ഫോൺ എടുത്തത് നിധിനായിരുന്നു. ഞാൻ ആരെയെങ്കിലും അയക്കാം മാഡം. പുതിയ മേൽവിലാസം എഴുതി കൊടുത്തയക്കണം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൻ്റെ വിവരങ്ങളും. ഉള്ളിലാകെ കുഴമറിയായിരുന്നു. താൻ വിളിച്ചത് ശ്രീഹരിയുടെ സെൽഫോണിലേക്കാണ്, ഓഫീസിൽ നിന്ന്. ഇനി ശ്രീഹരി മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതാണോ? തുടർന്നുള്ള ഒരു കാര്യത്തിനും ശ്രീഹരി വന്നില്ല. എഗ്രിമെൻ്റ് ഒപ്പിടിക്കാനും വരദേട്ടൻ്റെ സാന്നിധ്യത്തിൽ രൂപ കൈപ്പറ്റാനുമൊക്കെ നിതിൻ തന്നെയാണ് വന്നത്. ശ്രീഹരിക്ക് എന്തു പറ്റി? വരദേട്ടനും ചോദിക്കാതിരുന്നില്ല. ഓഫീസിൽ വർക്കുണ്ട്. ഞങ്ങൾ അടുത്തയാഴ്ച ബിൽഡിംഗ് സബ്മിറ്റ് ചെയ്യുകയാണ് സർ. എല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്കി തരണം. മാഡത്തിനോടും കൂടി പറയുകയാണ്. ഒക്കെ ശരിയാക്കാം നിതിൻ. ഇവിടെ നിന്നും ഒരിക്കലും ഡിലേ ഉണ്ടാകില്ല. മേലോഫീസിലേക്ക് പോകുമ്പോൾ ഒന്ന് പിന്നാലെ പോകേണ്ടി വരും. വരദേട്ടൻ ധൈര്യം കൊടുത്തു. അതറിയും സർ. സ്കെച്ചും പ്ലാനും ലേഔട്ടുമായി നിതിൻ തന്നെയാണ് വന്നത്. തന്നെ കാണാനെത്തിയപ്പോൾ ചോദിക്കാതിരിക്കാനായില്ല. ഇന്നും കൂട്ടുകാരന് തിരക്കാണോ? ഉവ്. പ്രീ ലോഞ്ച് അഡ്വർടൈസ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പിലാണ് മാഡം. ക്യാഷ് കയ്യിൽ വരണ്ടേ? അതിന് ഇതൊക്കെ തിരുവനന്തപുരത്ത് പോയി സാങ്ഷനായി വരാൻ സമയമെടുക്കില്ലേ? അതൊക്കെ വന്നോളും മാഡം. ചില മാമൂലുകളൊക്കെയുണ്ട്. അത് യഥാസമയം ചെയ്താൽ മതി. നിന്റെ കുടുംബമൊക്കെ? ഭാര്യ, 2 കുട്ടികൾ. തിരുവനന്തപുരത്ത് തന്നെ. മറ്റേ ആളുടെയോ? അതറിയാനായിരുന്നു തനിക്ക് തിടുക്കം. ദിവസങ്ങളായി തൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ചോദ്യം. അമ്മ, 3 സഹോദരികൾ. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇളയവൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. ശ്രീഹരി വിവാഹം കഴിച്ചിട്ടില്ലേ? തൻ്റെ ചോദ്യത്തിന് ആവശ്യത്തിലേറെ തിടുക്കമുണ്ടായിരുന്നു. ഇല്ല മാഡം, അവനതിന് അധികം പ്രായമൊന്നും ആയിട്ടില്ല. കഷണ്ടി കയറിയ എൻ്റെ കൂടെ നടന്ന് നടന്ന് എൻ്റെ പ്രായം തന്നെ അവനുമെന്ന് ആൾക്കാർ കരുതുന്നു. എന്നാലും 32 കഴിഞ്ഞതേ ഉള്ളൂ. ഇളയയാളുടെ വിവാഹം കൂടി കഴിഞ്ഞിട്ട് മതിയെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. സ്തബ്ധയായിരുന്നു പോയി. പെട്ടെന്നുള്ള തൻ്റെ ഭാവമാറ്റം കണ്ടിട്ടാവും നിതിൻ യാത്ര പറഞ്ഞു. നിരുന്മേഷം സിരകളെ തളർത്തുന്നതറിഞ്ഞു. എന്തുകൊണ്ട് യോഗ്യനായ ഒരാൾ ഒരുപക്ഷെ തന്നെ അപേക്ഷിച്ച് ഒരു പടി കൂടി ഉയരത്തിൽ. പക്ഷേ വയ്യ. ആലോചിക്കും തോറും താൻ പറഞ്ഞ തീരുമാനം തന്നെ ഉചിതമെന്ന് തോന്നി. ഇനി ഒരു പുരുഷനെ കൂടി സ്വന്തം ജീവിതത്തിലേക്ക് വലിച്ചിഴിച്ച് ദുരന്തങ്ങൾ സമ്മാനിക്കാൻ വയ്യ. നിന്റെ പുതിയ ജീവിതം എങ്ങനെയുണ്ട് ജയ? പത്രത്തിൽ പ്രീ ലോഞ്ച് പരസ്യം വന്ന രാത്രി സുമയെ വിളിച്ചു. ഒരു നീണ്ട ഇടവേള വന്നിരുന്നു ആ വിളിയിൽ. കുറച്ച് നടത്തം ലാഭിച്ചു. പിന്നെ കുറേ വായ്നോട്ടങ്ങളും നഷ്ടമായി. ചെമ്പകമംഗലത്ത് നിന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ കവല കടക്കണമായിരുന്നു. നിറച്ചും കടകളുണ്ട് അവിടെ. അതാണ് ഉദ്ദേശിച്ചത്. നിനക്കതിൽ വിഷമമുണ്ടല്ലേ? പിന്നല്ലാതെ. 4 ആൾ കാണാനല്ലേ രാവിലെ കഷ്ടപ്പെട്ട് ഒരുങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു ജയ. അപ്പോൾ നിന്റെ മനസ്സ് മരവിച്ചിട്ടില്ല എന്നാര് പറഞ്ഞു? നീ ഉദ്ദേശിക്കുന്നതെന്തെന്ന് എനിക്കറിയാം. ആ സബ്ജക്റ്റ് വിട്. നീ നന്നാവില്ല ജയ. അതൊക്കെ പോകട്ടെ. ചെമ്പകമംഗലത്ത് ഉയരാൻ പോകുന്ന ഫ്ലാറ്റുകളിലൊന്ന് എനിക്ക് വേണം. നിനക്ക് വട്ട് പിടിച്ചോ? വട്ടല്ല, ചിലപ്പോൾ നൊസ്റ്റാൾജിയ ആവാം. ഞാൻ നിന്റെ തറവാട്ടിൽ വന്ന് 2 തവണ പാർത്തതല്ലേ. നിന്റെയൊക്കെ സമ്മതിക്കുമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പ്രധാനമായും ഒരു ബൈബിൾ വാക്യമാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. എന്താണാവോ അത്?
നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. സത്യത്തിൽ നിനക്കിത്തിരി ലൂസുണ്ട് സുമ. ഈ വാചകം തന്നെയല്ലേ പച്ച മലയാളത്തിൽ നീ നേരത്തെ പറഞ്ഞത്? തനിക്ക് ഉത്തരം മുട്ടി. ഞാൻ സീരിയസ് ആണ്. ഒരു ഫ്ലാറ്റ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ വാങ്ങിയിട്ടു. ബാപ്പയും സഹായിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെന്നിറങ്ങാം. ഇത് തിരുവനന്തപുരത്ത് നിന്ന് കാറും പിടിച്ച് രാപ്പാർക്കാൻ നിനക്ക് ഇവിടെ വരെ വരേണ്ടി വരും. ഡസൻറ്റ് മാറ്റർ. ഇനിയിപ്പോൾ എല്ലാ ജില്ലയിലും എയർപോർട്ട് വരാൻ പോകുകയല്ലേ? കേരളീയരിൽ പകുതി പേരും വിമാനയാത്രക്കാരാണെന്നല്ലേ നമ്മുടെ സർക്കാർ പറയുന്നത്? പത്രമൊക്കെ വായിക്കുന്ന പതിവുണ്ടല്ലേ? എന്നെക്കുറിച്ച് നീ എന്ത് ധരിച്ചു? നീ എന്തായാലും ആ നിധിനോടും ശ്രീഹരിയോടും പറഞ്ഞ് എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒന്ന് ബുക്ക് ചെയ്തേക്ക്. ആദ്യത്തെ 1,00,000 രൂപ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. അത് വേണ്ട കുട്ടി, ഞാൻ നമ്പർ തരാം. അവരെ നേരിട്ട് വിളിച്ച് നിന്റെ ആവശ്യം പറയ്. അതിന് നിന്റെ സഹായം വേണ്ട, ഞാൻ നെറ്റിൽ നിന്നെടുത്തോളാം. എത്ര മനോഹരമായിരിക്കുന്നു ആ പരസ്യം. ശരിക്കും ചെമ്പകമംഗലം ഒരു ടൗൺഷിപ്പ് ആകാൻ പോകുന്നത് പോലെ. അത് തനിക്കും തോന്നിയിരുന്നു. ഫുൾ പേജ് പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറി മറിയും. ശ്രീഹരിയുടെ പ്രപ്പോസലിനെ കുറിച്ച് സുമയ്യയോട് മനഃപൂർവ്വം പറഞ്ഞില്ല. ഒരു സൂചന കൊടുത്താൽ അടുത്ത ദിവസം അവൾ പറന്നു വരും. തനിക്ക് ഉറപ്പുണ്ട്. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ശ്രീഹരിയുടെ മുഖം കൺമുമ്പിലുണ്ടാവും. സ്വന്തം കൂടപ്പിറപ്പുകളോട് കരുതലും സ്നേഹവുമുള്ള ഒരാൾ. ഉദയേട്ടനെ ആ സ്ഥാനത്ത് സങ്കല്പിച്ചു നോക്കി. ചിലപ്പോൾ 7 ജന്മം ജനിക്കേണ്ടി വരും ഉദയേട്ടന് ശ്രീഹരിക്കൊപ്പം എത്താൻ. രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ പുതിയൊരു കാഴ്ച കണ്ടു. വരദേട്ടൻ്റെ വീടിന് എതിർവശത്ത് ആൾതാമസമില്ലാതെ കിടക്കുന്ന കെട്ടിടം വൃത്തിയാക്കാൻ ഒരു കൂട്ടം ആൾക്കാർ. ഫോർച്യൂണർ ഇന്നോവ മുൻപിൽ കിടപ്പുണ്ട്. പഴയ ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു അത്. സൗകര്യങ്ങൾ പരിമിതമായിരുന്നതുകൊണ്ട് പഞ്ചായത്ത് പുതിയ കെട്ടിടം പണിത് സ്റ്റേഷൻ അങ്ങോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീടാരും ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. പ്രേതബാധയുണ്ടെന്ന ഒരു കേട്ടുകേൾവി നാട്ടിൽ പ്രചരിച്ചിരുന്നു. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ലോക്കപ്പിനുള്ളിൽ തൂങ്ങി മരിച്ചതാണ് കാരണം. എന്തായാലും ഫോർച്യൂൺ കാർ ആ വീട്ടുടമയ്ക്കും ഭാഗ്യം കൊണ്ടുവന്നു. 2-3 ദിവസത്തിനകം വീടിൻ്റെ മുഖച്ഛായ തന്നെ മാറി മറിഞ്ഞു. ഒരു വൈകുന്നേരം വരുമ്പോൾ വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് വിശാലമായ ഗേറ്റിനരികിൽ ഉയർന്നിരിക്കുന്നു. എന്നും രാവിലെ അതുവഴി പോകുമ്പോൾ ആൾത്തിരക്ക് കണ്ടു. 2-3 കാറുകൾ ചിലപ്പോൾ ഒന്നിച്ച് റോഡരികിലുണ്ടാവും. ഒന്നും ശ്രദ്ധിക്കുന്നതായി ഭാവിച്ചില്ല. സന്ധ്യാദീപം തുളസിത്തറയിൽ വെച്ച് കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുന്നതിനിടയിൽ ജാനു ഉമ്മ പറഞ്ഞു. ഫോണിൽ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. എടുത്തു നോക്കി. രാജിയാണ്. ആകാംക്ഷയോടെയാണ് വിളിച്ചത്. ചേച്ചി, ഞങ്ങൾ അടുത്തയാഴ്ച പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. അമ്മയെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ചേച്ചി എന്തു പറയുന്നു? അത് നടക്കില്ല മോളെ, ഇത്രയും ദൂരമായതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ചേച്ചിയെങ്കിലും വരണം. എൻ്റെ ആളെന്നും പറഞ്ഞ് ഒരാളെങ്കിലും ആ ദിവസം ഇവിടെ വരണം. ഞാൻ വിജിയോട് പറയാം 2 ദിവസം അവിടെ വന്ന് നിൽക്കാൻ. മറുത്തൊന്നും പറയരുത്. എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ കുഴങ്ങുമ്പോൾ അവൾ തുടർന്നു. ചേച്ചി, കോഴിക്കോട് വരെ വന്ന് പോയിട്ടില്ലേ? വെള്ളിയാഴ്ച രാത്രി ആ ട്രെയിനിന് വാ. ഞാൻ സ്റ്റേഷനിൽ വന്ന് നിൽക്കാം. ഇല്ലെങ്കിൽ വിപിനെയും കൂടെ കൂട്ടിക്കോ. അവന് വഴിയറിയാമല്ലോ. വരാം മോളെ. ഫർണിച്ചറുകളും കൊണ്ട് വിപിനാണ് ലോറിക്കാരുടെ ഒപ്പം പോയത്. മടങ്ങി വന്ന അവന് ഒരുപാട് പറയാനുണ്ടായിരുന്നു. നല്ല വീടാ ചേച്ചി. ചുറ്റിനും നിറച്ച് കാപ്പി വച്ചിട്ടുണ്ട്. 1-2 വർഷത്തിനകം പൂത്തു തുടങ്ങും. കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. മനസ്സൊന്ന് തണുത്തത് അപ്പോഴാണ്. പിറ്റേന്ന് തന്നെ വിപിനെ വിളിച്ച് 2 സീറ്റുകൾ റിസർവ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തു. തനിക്ക് എന്തായാലും പോവാതിരിക്കാനാവില്ല. മീനമാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഫാൻ ഫുൾ സ്പീഡിൽ കിടന്നിട്ടും മുറിയിൽ പുഴുക്കം നിറഞ്ഞു നിൽക്കുന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് ജമീല സാറുമായി ഓഫീസ് മുറ്റത്തെ മാവിൻ തണലിലേക്ക് ഇറങ്ങിയതാണ്. പച്ചപ്പിൻ്റെ തണുപ്പ് ഉള്ളിൽ കുളിർമയായി പെയ്തിറങ്ങുന്നത് അറിഞ്ഞു. മുമ്പിലുള്ളത് ഇടറോഡായതുകൊണ്ട് വലിയ ആൾ സഞ്ചാരമില്ല. ഇടവേളയായതിനാൽ ഓഫീസ് മുറ്റവും ഏറെക്കുറെ വിജനമാണ്. മാവിൻ്റെ താണുകിടന്ന കൊമ്പിൽ ചാരി നിന്ന് രാജിയുടെ അടുത്തേക്ക് പോയി വന്നതിൻ്റെ വിശേഷം ജമീല സാറുമായി പങ്കുവയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് ഗേറ്റ് കടന്ന് ഫോർച്യൂൺ ഇന്നോവ അരികിലേക്ക് വന്നു നിന്നു. 2 പേരും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. നിതിൻ മോഹൻ്റെ വിടർന്ന ചിരി മടക്കി കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല.
വിളറിപ്പോയ ഒരു പുഞ്ചിരിയുമായി ശ്രീഹരിയും അടുത്തേക്ക് വന്നു. വൈമുഖ്യമൊന്നും പുറത്ത് ഭാവിക്കാതെ ഇരുവരെയും അഭിവാദ്യം ചെയ്തു. മുമ്പെങ്ങും അനുഭവപ്പെടാത്ത വിധം തൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത ഏറുന്നുണ്ടെന്നറിഞ്ഞു. എന്തോ കാര്യമുണ്ടല്ലോ, എന്തു പറ്റി? ജമീല സാറാണ് ചോദിച്ചത്. ഊഹിച്ചത് കറക്റ്റാണ് മാഡം. ഞങ്ങളുടെ ഇവിടുത്തെ സംരംഭത്തിന് ഈ ഞായറാഴ്ച തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായും രണ്ടുപേരും വരണം. മേൽവിലാസം എഴുതിയ ക്ഷണക്കത്ത് കൈമാറുമ്പോൾ നിതിൻ തന്നെ പറഞ്ഞു. മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കവറിൽ നിന്നും കാർഡ് എടുത്ത് നോക്കി. ഞായറാഴ്ച രാവിലെയാണ് മുഹൂർത്തം. കല്ലിടുന്നത് പ്രസിദ്ധനായ ചലച്ചിത്ര നടൻ. ഇദ്ദേഹം സത്യമായിട്ടും വരുമോ? ജമീല സാറിന് അതിശയമായി. അല്പസ്വല്പം സിനിമാ ഭ്രാന്തുള്ള കൂട്ടത്തിലാണ് ആൾ. ഉറപ്പാണ് മാഡം. വരുന്നത് മാത്രമല്ല 2 ഫ്ലാറ്റുകൾ അവൻ ബുക്കും ചെയ്തു കഴിഞ്ഞു. ഓ, ചോദ്യങ്ങൾ മുഴുവനും ജമീല സാറിൻ്റേതാണ്. തനിക്ക് ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നി. ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റിലും അവൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കെങ്ങനെയാ പരിചയം? ദാ ഇവൻ്റെ ക്ലാസ്മേറ്റാണ്. BRക്കിന് 3 വർഷം ഒന്നിച്ചായിരുന്നു. പിന്നീടാണ് സിനിമയിലേക്ക് പോയത്. ശ്രീഹരി വെറുതെ ചിരിച്ചു. മാഡത്തിൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ഒരു സുമയ്യ ഷെരീഫ് ദുബായിൽ നിന്ന് വിളിച്ചിരുന്നു. മാഡത്തിന് ബുക്ക് ചെയ്തിരുന്ന അതേ ബ്ലോക്കിൽ മാഡത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് ഡോറിന് എതിർവശത്തുള്ള ഫ്ലാറ്റ് വേണമെന്നാണ് ആവശ്യം. ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, നിതിൻ പറഞ്ഞു. സുമയ്യോ ജയയുടെ ഏറ്റവും അടുത്ത ആളാണ്. ജമീല സാറിൻ്റെ മറുപടി ഉണ്ടായി. ഉവ്, കുറേ നേരം സംസാരിച്ചു. അവർ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ മാഡത്തിന് വേണം കണി കണ്ടുണരാൻ എന്നാണ് പറഞ്ഞത്. നിതിൻ തുടരുകയാണ്. കണി കാണാൻ പറ്റിയ മുഖം. സ്വയം അറിയാതെ തൻ്റെ നാവിൽ നിന്നും വഴുതി വീണ വാക്കുകൾ. സ്വയം ഇങ്ങനെ ഇടിച്ചു താഴ്ത്തരുത് മാഡം. കണി കാണാൻ പറ്റിയതാണോ ഇല്ലയോ എന്ന് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത്, നിതിൻ പറഞ്ഞു. ആദ്യം ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റിവെക്ക്, പിന്നീട് എല്ലാം ശരിയായിക്കൊള്ളും. അതുവരെ നിശബ്ദനായി നിന്ന ശ്രീഹരിയുടെ സ്വരം, ഒപ്പം മുനകൂർത്ത ഒരു നോട്ടം തൻ്റെ നേരെ നീണ്ടുവരികയും ചെയ്തു. അതിനി മാറാനൊന്നും പോകുന്നില്ല. ആരൊക്കെ ഉപദേശിച്ചതാണ്? സ്വയം തോന്നിയാലേ ശരിയാവുള്ളൂ. ജമീല സാറിൻ്റെ വക. അവരുടെ കയ്യിൽ നുള്ളാതിരുന്നില്ല. പണ്ടൊരു ചൊല്ലു കേട്ടിട്ടുണ്ട്, തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവാൻ പോകുന്നില്ലെന്ന്. അതാണിപ്പോഴത്തെ അവസ്ഥയില്ലേ? ശ്രീഹരി ചോദിക്കുന്നു. 100% കറക്റ്റാണ് ശ്രീഹരി പറഞ്ഞത്, ജമീല സാർ മറുപടി പറഞ്ഞു. പുറത്തേക്ക് പോയിരുന്ന ശ്രീനി സാറും സദാനന്ദനുമൊക്കെ വന്നു കയറിയതുകൊണ്ട് ആ സംഭാഷണം പിന്നീട് നീണ്ടില്ല. എന്നിട്ടും മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. തനിക്കിനിയും സമയമുണ്ട് രണ്ടിലൊന്ന് തീരുമാനിക്കാൻ. അതാണ് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ വയ്യ. ജന്മശാപം ഇനിയും തന്നെ പിന്തുടരും. ഒരു നല്ല മനസ്സിനുടമയ്ക്ക് താൻ കാരണം ഒരനർത്ഥവും സംഭവിക്കരുത്. ആഗ്രഹങ്ങൾ മുളയിലെ കുഴിച്ചു മൂടുകയാണ് ഉചിതമെന്ന് തോന്നി. പിന്നീട് കൂടുതൽ നിരാശപ്പെടാതിരിക്കാൻ അതാണ് മാർഗം. ആലസ്യത്തിലാണ്ടുപോയത് പോലെ ആയിത്തീർന്നിരുന്നു മനസ്സ്. വരണേ ജയ, ഒന്നുമില്ലെങ്കിലും മനോജ് കൃഷ്ണയെ നേരിട്ടൊന്ന് കാണാലോ. ശനിയാഴ്ച ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ജമീല സാർ ഓർമ്മിപ്പിക്കാതിരുന്നില്ല. നോക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഒരു താല്പര്യവും ഉള്ളിൽ ഉണർന്നില്ല. മനസ്സ് ഒരു ചത്ത കുതിരയെപ്പോലെ അനക്കമറ്റു കിടക്കുന്നു. രാവിലെ പത്രത്തിൽ നടൻ്റെ ഫോട്ടോ സഹിതം ഭൂമി പൂജയുടെ പരസ്യം കണ്ടു. 8:10 മുഹൂർത്തം. ഗ്രാമം മൊത്തം ചമ്പകമംഗലത്തേക്ക് ഒഴുകുകയാണെന്ന് തോന്നി. തളത്തിലെ ജനാലക്കരികിൽ നിന്നാൽ റോഡ് കാണാം. 8:30 ഫോൺ ശബ്ദിച്ചു. ജമീല സാറാണ്. എന്തേ വരാഞ്ഞത്? പ്രസിഡന്റും മെമ്പർമാരും ഓഫീസ് സ്റ്റാഫുമൊക്കെ മനോജ് കൃഷ്ണയോടൊപ്പം ഫോട്ടോ എടുത്തു. എല്ലാവരും ജയയെ ചോദിക്കുകയായിരുന്നു. എനിക്കൊരു മൂഡും തോന്നിയില്ല മാഡം. ഞാൻ മടങ്ങുകയാണ് ജയ. ഹസ്ബൻഡും ഒപ്പമുണ്ട്. രാവിലത്തെ കാപ്പി ഒന്നും ആയിട്ടില്ല. മാഡം പോയിക്കോളൂ. പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറ്റത്ത് ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. വരദേട്ടനാണെന്ന് ഊഹിച്ചു. വേഗം കൈ കഴുകി ചെന്നു. ജയ എന്താ വരാഞ്ഞത്? പ്രത്യേകിച്ചൊന്നുമില്ല ഏട്ടാ, എന്തോ ഒരു തലവേദന പോലെ. വേഗം പറഞ്ഞൊഴിയാൻ പറ്റിയ ഒരസുഖമായിരുന്നു തനിക്ക് തലവേദന. ഞാൻ കരുതി അമ്മയ്ക്കെന്തെങ്കിലും. അമ്മയ്ക്കൊന്നുമില്ല. ഏട്ടൻ ബൈക്കിൽ നിന്നിറങ്ങാതെ തന്നെ തിരിച്ചുപോയി. വൈസ് പ്രസിഡന്റ് സുബൈറിക്കയും ഒപ്പമുണ്ടായിരുന്നു. മടങ്ങുന്ന വഴി പിന്നീട് ആരെങ്കിലും അമ്മയെ കാണാനായി കയറുമെന്ന് കരുതി. പക്ഷേ എല്ലാവരും വീട് പറ്റാനുള്ള ധൃതിയിലായിരുന്നു. 11 മണിയായപ്പോഴേക്കും അപ്രതീക്ഷിതമായി 2 അതിഥികൾ വന്നു കയറി. വിശ്വേട്ടൻ്റെ അപ്പച്ചിയുടെ ഭർത്താവും ഇളയ മകളും.
ഇരുവരെയും താൻ കണ്ടിട്ട് വർഷങ്ങളാകുന്നു. അവർക്ക് സ്ക്വാഷ് എടുക്കാൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ പേര് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കി. ഐശ്വര്യ. ക്ഷേമയായിരുന്നു മൂത്തത്. വിശ്വേട്ടൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നടന്ന ദിവസമാണ് ഇരുവരെയും അവസാനമായി കണ്ടതെന്ന് ഓർത്തു. എന്തൊരു ചൂടാ മോളെ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഇത്രയും ചൂടില്ലെന്ന്, മാമൻ പറഞ്ഞു. തളത്തിലേക്ക് വന്നിരുന്നു ഇരുവരും അമ്മയെ കാണാനായി. മാമൻ അപ്പച്ചിയുടെ വീട്ടിൽ വന്നതാണോ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല മോളെ, ഇവിടെ ഭൂമി പൂജയ്ക്ക് വന്നതാണ്. ശ്രീഹരിയുടെ കമ്പനിയിലല്ലേ ഇവൾക്ക് ജോലി? ഐശ്വര്യ സ്ക്വാഷ് കുടിക്കുന്നതിനിടയിൽ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. പൊടുന്നനെയാണ് തനിക്ക് ഉത്തരം മുട്ടിയത്. ആ പേര് കേൾക്കുമ്പോഴൊക്കെ ഉള്ളം പതറുന്നു. 2 വർഷമായി ജോയിൻ ചെയ്തിട്ട് ഇവിടെ ടൗണിന് പുറത്തുള്ള പ്രോജക്റ്റ് തുടങ്ങിയത് മുതൽ ഇവളുണ്ട്. പാസഞ്ചറിൽ ഡെയിലി വന്നു പോകുമായിരുന്നു. ഒന്ന് നിർത്തി രവി മാമൻ അവശേഷിച്ച സ്ക്വാഷ് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഐശ്വര്യ എന്ത് പഠിച്ചു? സിവിൽ എഞ്ചിനീയറിംഗ്. വെറുതെ നിൽക്കണ്ടെന്ന് കരുതി. എക്സ്പീരിയൻസും ആവുമല്ലോ. ഐശ്വര്യയാണ് മറുപടി പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് മോളുടെ തറവാടിരുന്ന ഭാഗമാണെന്ന്. എന്നാൽ പിന്നെ ഒന്ന് വന്നു പോകാമെന്ന് കരുതി. കമലാലയത്തിൽ പോകുന്നില്ലേ? വെറുതെ ചോദിച്ചു. ആ, രഘുവേട്ടൻ മരിച്ചതിൽ പിന്നെ പോക്കുവരവൊന്നുമില്ല. മോളുടെ അപ്പച്ചിയാണെങ്കിലും ദേവകിയുടെ സ്വഭാവം അത്ര ശരിയല്ല. പിന്നെ ഇപ്പോൾ അവിടുത്തെ ഭരണം മരുമോനാണല്ലോ. തനിക്കറിയാം അതൊക്കെ. അപ്പച്ചി ഒരിക്കൽ പോലും അമ്മയെ കാണാൻ വന്നിട്ടൊന്നുമില്ല. ക്ഷേമയുടെ വിശേഷം? കല്യാണമൊക്കെ കഴിഞ്ഞു മോളെ. അവിടെ അടുത്ത് തന്നെ 2 കുട്ടികളുമുണ്ട്. ഇടയ്ക്ക് ജാനു അമ്മയ്ക്ക് നിർദ്ദേശം കൊടുക്കാനായി അടുക്കളയിലേക്ക് ചെന്നു. എന്തായാലും ഊണ് കൊടുക്കാതെ വിടാൻ വയ്യ. മടങ്ങി തളത്തിൽ ചെല്ലുമ്പോൾ അച്ഛനും മകളും പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നത് കണ്ടു. തൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടിട്ടാവും ഇരുവരും പെട്ടെന്ന് തലയുയർത്തി. മോളെ, ഞങ്ങൾക്ക് ഊണൊന്നും വേണ്ട. ശ്രീഹരി ഊണ് വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫീസിലിരുന്ന് കഴിക്കാം. അത് വേണ്ട മാമ. ഇത്രയിടം വന്നിട്ട് ഇവിടുന്ന് ഊണ് കഴിക്കാതെ ഞാൻ വിടില്ല. 2 പേരും വീണ്ടും കണ്ണിൽ കണ്ണിൽ നോക്കുന്നു. ഇവിടെ നിങ്ങൾ 3 പേരുമേ ഉള്ളോ? മാമൻ്റെ ചോദ്യം ഓർക്കാപ്പുറത്തായിരുന്നു. ഓവ്, മോൾക്ക് വിരോധമില്ലെങ്കിൽ ഇവൾ കൂടി ഇവിടെ നിന്നോട്ടെ. ടൗണിലെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്താനാണ് ശ്രീഹരി പറഞ്ഞത്. ബസ്സിന് പിന്നെ പോയി വരണം. പെട്ടെന്നൊരുത്തരം കണ്ടുപിടിക്കാനാവാതെ കുഴങ്ങി. എല്ലാ ശനിയാഴ്ച വൈകിട്ടും ഇവൾ അങ്ങ് വരും. പിന്നെ മടങ്ങി വരവ് തിങ്കളാഴ്ച രാവിലെയാകും. ഇതിനിടയിലുള്ള ദിവസങ്ങളിൽ മോൾക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. എനിക്കെന്താ മാമ ബുദ്ധിമുട്ട്? പിന്നെ ആഹാര കാര്യത്തിൽ ഐശ്വര്യ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും ഞാൻ തയ്യാറാണ് ചേച്ചി. ഐശ്വര്യയുടെ മുഖം വിടർന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കയറുന്നത് വരെ ഞങ്ങൾക്ക് ഈ ഐഡിയ ഇല്ലായിരുന്നു മോളെ. ഈ വലിയ വീടും ഓഫീസുമായുള്ള അടുപ്പവും കണ്ടതിന് ശേഷമാ ഇവള് പറയുന്നത് മോളോട് ചോദിച്ചു നോക്കാൻ. മനസ്സ് തുറന്ന് ചിരിച്ചു. ഐശ്വര്യയെയും ക്ഷേമയെയും തനിക്കൊരിക്കലും മറക്കാനാവില്ല. വിശ്വേട്ടൻ്റെ മരണത്തിന് ശേഷം ആ വീട്ടിൽ തനിക്കുണ്ടായിരുന്ന ഏക ആശ്രയം അവരിരുവരുമായിരുന്നു. വിവാഹം കൂടാനായി വന്നവർ പിന്നെ സഞ്ജീവനവും കഴിഞ്ഞാണ് മടങ്ങിയത്. അടുത്ത ഭാഗം നാളെ.